ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ആവണക്കെണ്ണയുടെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. കാരണം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി, ഒരു 2 വീക്കായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായത്. ഇനിയിപ്പം ഞാൻ വന്നത് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ സ്കിന്നിലും അത് അത്രയും നല്ല ഒരു ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഓയിലാണ്. നമ്മളെ മോയ്സ്ചറൈസറായിട്ടും യൂസ് ചെയ്യാം ഈ ഒരു ആവണക്കെണ്ണ എന്ന് പറയുന്നത്. അതേപോലെ ലിപ്പിൻ്റെ ഈ തണുപ്പ് കാലത്തെല്ലാം ലിപ്പ് വിണ്ട് കയറി പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് ലിപ്പിലും ചെറിയൊരു ഒരു ഡ്രോപ്പ് ആ ഒരു രീതിയിൽ ലിപ്പിലും ഇങ്ങനെ തേക്കുവാണെങ്കിൽ ലിപ്പിനും നല്ല ഒരു ഓയിലാണ്, മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ ആവണക്കെണ്ണയിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻസും മിനറൽസൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഒമേഗ 3 ഫാറ്റി ആസിഡ് നല്ല രീതിയിലുള്ള ഒരു ഓയിലാണ് നമ്മുടെ ഈ ഒരു ആവണക്കെണ്ണ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പലതരം ബ്യൂട്ടി പ്രൊഡക്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാസ്ട്രോളിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെയുള്ള വാർത്തയിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസിലെല്ലാം തന്നെ മെർക്കുറിയുടെ സാന്നിധ്യം, അത് 1% ഒന്നുമല്ല, 12,000-ഓളം മെർക്കുറി കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക് ഐറ്റംസ് ആയിക്കോട്ടെ, നമ്മൾ ലിപ്സ്റ്റിക് ആയിക്കോട്ടെ, എല്ലാത്തിലും നമ്മൾ ബ്രാൻഡ് നോക്കിപ്പോയാലും എത്രയോ ബ്രാൻഡായിട്ടുള്ള കമ്പനീസിനൊക്കെ ഇപ്പം കേസായിട്ടാണ് ഉള്ളത്. കാരണം അത്രയും മാരകമായ വിഷമാണ് ഈ കോസ്മെറ്റിക് ഐറ്റംസിലൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വെറുതെ പൈസ കൊടുത്തിട്ട് നമ്മളെ ശരീരം തന്നെ കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ അങ്ങാടി, അതായത് മരുന്ന് കടകളിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ആവണക്കെണ്ണ. അതുപോലെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരുപാട് സ്രോതസ്സുകളുണ്ട് നമ്മുടെ ചുറ്റുപാട് തന്നെയുണ്ട്. നമ്മൾ അതൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. നമ്മളെന്താ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഇതിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആയുസ്സിനെ നമ്മൾ കുറക്കുക ചെയ്യുന്നതിലൂടെ. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് നല്ല ഹെൽത്തോടെ നല്ലൊരു നാളേക്കായിട്ട് നമ്മൾക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ ഹെൽത്തും ഓക്കെ ആയിരിക്കും, നമ്മുടെ സ്കിന്നായിക്കോട്ടെ, എല്ലാം നമ്മൾക്ക് സെറ്റാക്കാൻ പറ്റും. അതിന് കുറച്ച് സമയം മെനക്കെടണമെന്നില്ല. നമ്മൾ പാർലറിൽ പോയിട്ട് നമ്മൾ ഒരുപാട് ഫേഷ്യൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. സെയിം എഫക്റ്റ് നമുക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത്, നമ്മൾ ഇല്ലാത്ത പൈസ കൊടുത്തിട്ടായിരിക്കും പാർലറിൽ പോയിട്ട് നമ്മൾ സ്കിന്നായാലും ഹെയർ ആയാലും നമ്മൾ അതുപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതിലും ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിനും മാരക വിഷമുള്ള സാധനങ്ങളാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പം ഞാൻ ബ്യൂട്ടി പാർലറൊന്നും പോകാത്ത ആളായതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. ഞാൻ ആകെ പോകുന്നത് ത്രെഡ് ചെയ്യാൻ മാത്രമാണ്. അതും എപ്പെങ്കിലും, കണ്ടില്ലേ ത്രെഡിങ്, എപ്പെങ്കിലും നല്ല വേദനയാണ്, അതുകൊണ്ട് എപ്പെങ്കിലേ പോകുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഹെയറിൽ ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പം ഇതാണ് ആ ഓയിൽ. ഞാൻ 2 ഓയിലും കൂടെ മിക്സ് ചെയ്തെടുത്ത് വെച്ചതാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം കയ്യിലേക്ക് ഇങ്ങനെ കുറച്ചാക്കുക, എന്നിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ട് നല്ല രീതിയിൽ ഉരക്കുമ്പോൾ തന്നെ നമ്മളെ കൈക്ക് നല്ല ചൂട് വരും. ഇങ്ങനെ ഉരക്കുമ്പോൾ തന്നെ നല്ല ചൂടാവും കൈ. ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ലെയറായിട്ട് ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം.
ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.